ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയാണ്. അപ്പൊ മാഷ് ഉമ്മർത്തിങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രാധ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പൊ കയ്യില് പുസ്തകമൊക്കെ ആയിട്ടാണ് മാഷിനെ സോപ്പിടാനായിട്ട്. അപ്പൊ നേരെ അകത്തേക്ക് കയറി വന്നു. അപ്പൊ കയറി വന്നപടി മാഷ് വലിയ ഗൗനിച്ചൊന്നുമില്ല കേട്ടോ. മാഷിന് വലിയ ഗൗനമൊന്നുമില്ല. ആൾക്ക് ഗുഡ് മോർണിംഗ് മാഷേ എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഏട്ടത്തി. അപ്പൊ എല്ലാവരോടും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. ദാ മാഷ് ചോദിച്ച ആ ഒരു പുസ്തകം ആനിമൽ ഫാം എന്ന് പറഞ്ഞു കൊടുത്തു. കിട്ടിയോ? 2 ദിവസം മുന്നേ കിട്ടിയതാ. കൊണ്ടുവരാൻ ഇത്തിരി വൈകി. ലോകത്തിലെ ഏറ്റവും മികച്ച 100 പുസ്തകങ്ങൾ ഒന്നായി തെരഞ്ഞെടുത്ത പുസ്തകമാണിത് എന്ന് പറഞ്ഞു. മാഷ് എന്നിട്ട് ഇപ്പോഴാണ് വായിക്കുന്നത്. പണ്ട് വായിച്ചിട്ടുള്ളതാ. വീണ്ടും ഒന്നുകൂടി വായിക്കണമെന്ന് തോന്നി. അതാ വരാൻ പറഞ്ഞത്. മനുഷ്യനെ തുരത്തി മൃഗങ്ങൾ അധികാരം പിടിച്ചെടുത്ത കഥയല്ലേ ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ വിശ്വ അപ്പുറത്തിരിപ്പുണ്ട്. വിശ്വത്തിനെ ഇങ്ങനെ പതുക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വേദയും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. ഈ കഥയില് ഒരു കുതിരയുടെ കഥാപാത്രമുണ്ട്. ബോക്സർ എന്നല്ലേ അച്ഛാ? ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നന്നായി. ആ കുതിര എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്. ഇത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ വിശ്വം എന്ന് ചോദിച്ചു. ഓർമ്മ കാണാൻ വഴിയില്ല. ഐ വിൽ വർക്ക് ഹാർഡ് എന്നാണ്. ഞാൻ ഇനിയും കഠിനമായി അധ്വാനിക്കും എന്നാണ് പറഞ്ഞത്. അല്ലാതെ ചടഞ്ഞിരുന്ന വേര് പിടിക്കും എന്നല്ല ആ കുതിര പറഞ്ഞത്. ആ കുതിരയുടെ ജീവിതമാണ് ഈ കുടുംബത്തിലെ എനിക്കുള്ളത് എന്ന് പറയാണ്. അവസാനം പണിയെടുത്ത് കുഴഞ്ഞു വീണ് ചാവുമ്പോ ആ കുതിരയെ വിറ്റതുപോലെ എന്റെ ശവവും കൂടി ഇവര് വിൽക്കാതിരുന്നാ മതിയായിരുന്നു. എന്റെ മക്കൾ എന്നിങ്ങനെ മാഷിങ്ങനെ ആത്മകഥം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് അവിടെ ഇരുന്നപ്പ എന്തായാലും നീ പുസ്തകം കൊണ്ട് തന്നല്ലോ, താങ്ക്സ് എന്ന് മാഷ് ഒരിക്കൽ കൂടി പറഞ്ഞു. എന്നിട്ട് മാഷ് അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ. അപ്പൊ നേരെ പിന്നെ നമ്മുടെ ചെല്ലാണ് കേട്ടോ. അതെ, അച്ഛന്റെ വെറുതെ ഒരു തമാശകളെ. അല്ല വിശ്വേട്ടന ഓട്ടോ ഓടിച്ചു പഠിച്ചൂടെ? ഞാൻ പഠിപ്പിക്കാലോ. അത് ഓട്ടോ ഓടിക്കുമ്പോ ഈ കുലുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഒരു ഓടിക്കുമ്പോ ഒരു പ്രശ്നമാവും, അതുകൊണ്ടാണേ എന്ന് പറഞ്ഞു. അപ്പൊ വേദി ഇതെല്ലാം കേട്ടോണ്ട് നിന്നിട്ട്, വിശ്വേട്ടാ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ എന്ന് ചോദിച്ചു. അല്ല, അന്ന് ഞാൻ പറഞ്ഞ കൂട്ടുകാരിയില്ലേ, അവളുടെ മെസ്സേജ് വന്നിരുന്നു. വിശ്വേട്ടന്റെ CV അയച്ചു കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ജോലി ശരിയാവൂട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നേരാണോ വേദേ എന്ന് വേഗം ആകാംക്ഷയോടെ ചോദിക്കുകയാണ് ശ്രീജ. അപ്പൊ വേഗം തന്നെ നമ്മുടെ പെട്ടെന്ന് തന്നെ വിഷം ചോദിക്കുകയാണ്. അല്ല, എന്ത് ജോലിയാണെന്ന് എന്തായാലും എന്ത് ജോലിയാണെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് കമല അപ്പ ഇറങ്ങി വന്നു. അതെ ചെയ്യണം. എടാ ഇത് നിനക്കല്ലടാ. സാരമില്ല അമ്മേ എന്ന് പറഞ്ഞ ഇവൾ അമ്മ കൊണ്ടത് ചായ എടുത്തോണ്ട് പോരുകയാണ്. നന്ദിനി അടുത്തി ഇത് ഞാൻ നന്ദിനി അടുത്തി തയ്ക്കാൻ കൊടുത്തതാ എന്ന് പറഞ്ഞ് നന്ദിനിയെ സോപ്പിട്ട് ആ ചുരിദാർ കൊണ്ടുപോയി നമ്മുടെ നന്ദിനിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ഞാൻ നന്ദിനി അടുത്തി പറഞ്ഞു, എന്തെങ്കിലും കാര്യം മറക്കുവോ എന്നിങ്ങനെ ചോദിക്കാണ്. താങ്ക്സ് രാധേ. നിന്നെ പോലൊരു കുട്ടിയായിരുന്നു ഈ വീട്ടിലേക്ക് കയറി വരേണ്ടിയിരുന്നത്. ഞങ്ങളുടെ വിക്രത്തിന് ഈ വീട്ടിൽ കിട്ടിയില്ല. ഇപ്പൊ അതേ ഉള്ളൂ നന്ദിനി അടുത്തേക്ക് ഒരു വിഷമം എന്ന് പറയാൻ. അതിനെന്താ നന്ദിനി അടുത്തി, ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ അപ്പ റെഡിയല്ലേ, പിന്നെന്താ. ശ്രീജെ ഇതാ ചായ എന്ന് പറഞ്ഞ അമ്മ. അപ്പൊ വേദയ്ക്കും കൊണ്ടുപോയി ചായ കുടിക്കാണ് കേട്ടോ. ചായ കൊടുത്തു. ഇനി നീ വരുമ്പഴേ മരപ്പട്ടി ഓടുക്കാനുള്ള വിഷമോ മറ്റോ ഉണ്ടെങ്കിൽ നീ മേടിക്കൊണ്ട് വരണോട്ടോ. ഓടിട്ട വീടായകൊണ്ടാവും. ഒരു മരപ്പട്ടി കുറച്ച് കാലമായിട്ട് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് നന്ദിനി. അയ്യോ, വിദ്യാഭ്യാസം ഇല്ലെന്ന് വെച്ച് അബദ്ധം കാണിക്കല്ലേ നന്ദിനി അടുത്തി. വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റഡ് ആക്ട് അനുസരിച്ച് ഷെഡ്യൂൾഡ് 2 പെടുന്നതാണ് മരപ്പട്ടി. അതറിയോ നന്ദിനി അടുത്തേക്ക്? 1,00,000 രൂപ പിഴയും മിനിമം 3 കൊല്ലം തടവും. അത് ഉറപ്പാ. പിന്നെ ഉണ്ടല്ലോ, പറയേണ്ട കാര്യമുണ്ടോ ഞാന്? അപ്പൊ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. അകത്ത് കിടക്കുമ്പോ ഈ കുശുമ്പ് പറയാനായിട്ട് ഈ പെണ്ണിനെ ദിവസം കാണാൻ പറ്റില്ല അല്ലേ അമ്മേ? ഞാൻ ആരോടടി കുശുമ്പ് പറഞ്ഞത്? ഷോ മതി, ഇനി അത് ചർച്ചയാക്കണ്ട നന്ദിനി. നീ ഇത് ചായ കുടിക്ക്. ചായ എന്ന് പറഞ്ഞ് ഇവിടെ ചായ കുടിക്കുക കേട്ടോ. അതാർക്കാ? വിക്രമിനാ എന്ന് ചോദിച്ചു വേദ. അല്ല, അച്ഛനടുത്തതാ. എന്നാ പിന്നെ വിക്രമിന് കൊടുക്കാം. അത് വേണ്ട മോളെ, അവൻ ഉറങ്ങുമ്പോ ആരും വിളിച്ചുണർത്തി ചായ കൊടുക്കാറില്ല. അപ്പൊ വേഗം തന്നെ രാധ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. രാധേ, ഇപ്പൊ ചെന്ന് വിളിച്ചാൽ നിന്നോട് ദേഷ്യപ്പെടും. അതെനിക്കറിയാലോ. അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നിൽക്കായിരുന്നു വേദ.
ഇതിങ്ങോട്ട് തന്നേരെ. ഞാനൊരു ചായ കൊടുത്തു എന്ന് ഓർത്തിപ്പോ എന്താ വേദേ? മുമ്പും ഞാൻ കൊടുത്തിട്ടുള്ളതാണല്ലോ. പഴയ ശീലങ്ങൾ എന്നും പറ്റില്ലല്ലോ. ഇതിങ്ങ് തന്നേരെ എന്ന് പറഞ്ഞു. വേദേ, മോളിപ്പ ചായയായിട്ട് പോണ്ട എന്ന് അമ്മ ഇങ്ങനെ പറയാണ് കേട്ടോ. സാരമില്ലമ്മേ, വേദ തന്നെ കൊടുത്തോട്ടെ. ഇതങ്ങ് കൊടുത്തേരെ രാധേ. എന്തിനാ നന്ദിനി വെറുതെ? ഉറക്കത്തിൽ എണീപ്പിച്ച അവൻ നല്ല ചീത്ത പറയും നിനക്കറിഞ്ഞൂടെ? അവൾ അത് കേട്ടോട്ടുന്നേ, അതിനിപ്പോ നിങ്ങൾക്കെന്താ? അപ്പൊ വേഗം തന്നെ രാധ ആ കയ്യിലിരുന്ന ചായ ഒരു കൗളങ്ങ് കുടിക്കാണ്. ദാ, ഇനി വേണമെങ്കിൽ നീ കൊണ്ട് കൊടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ഒന്നും മിണ്ടിയില്ല. വേദ ചായ വാങ്ങി എന്നിട്ട് ഒരൊറ്റ ഇറങ്ങി വെച്ചു കൊടുത്തു ചായ. അപ്പം അട്ടി കിട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ രാധയ്ക്ക്. ഒന്നും മിണ്ടാനും പറ്റിയില്ല. ഛേ, നാണക്കേട് വേറെ. ഒന്നും മിണ്ടിയില്ല. കയ്യിലിരുന്ന ചായയായിട്ട് നേരെ വേദ വിക്രത്തിന്റെ റൂമിലേക്ക് പോവാ. മോളെ, അതവിടെ വെച്ചാ മതി, അവനെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേദ കേട്ടില്ല കേട്ടോ. വേദ നേരെ റൂമിലേക്ക് ചെന്നു. അവള് വിളിക്കട്ടെ, നാല ചീത്ത അവളങ്ങ് കേക്കട്ടെ. അങ്ങനെയൊക്കെയല്ലേ ശീലാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്ന് നോക്കി കമല. അല്ലമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് തെറി കേട്ട് ശീലമാകുന്നത് ഇങ്ങനെയാന്നാ ഞാൻ ഉദ്ദേശിച്ചത് അമ്മേ. അപ്പൊ വേദ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പൊ വിക്രം നല്ല ഉറക്കത്തിലാണ്. അപ്പൊ വിക്രത്തിനെ ഒന്ന് നോക്കി ആളൊന്ന് ചിരിച്ചു നിന്നു. എന്നിട്ട് പതുക്കെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിക്രം, വിക്രം എന്ന് വിളിച്ചു. വിക്രം, ഒന്ന് എഴുന്നേക്ക് എന്ന് തട്ടി അങ്ങ് വിളിച്ചു. വിക്രം ചാടി എഴുന്നേറ്റ്, ആരാത്? അടിച്ച് നിന്റെ ഷേപ്പ് മാറ്റും എന്ന് പറഞ്ഞ നോക്കുമ്പോഴാണ് വേദയുടെ മുഖത്തേക്ക്. എന്താ പറഞ്ഞത്? അപ്പൊ വേഗം തന്നെ നമ്മുടെ വേദ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് പെട്ടെന്ന് വിക്രത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ആണുങ്ങളെ പെട്ടെന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ഒരടവാണല്ലോ ഈ തെറി പറച്ചിൽ, അല്ലെങ്കിൽ ഈ മോശം വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. അത് പെണ്ണുങ്ങൾക്ക് എന്താ വഴങ്ങില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്ന് പറഞ്ഞ് വേദ ഒരു ദിവസം നമ്മുടെ രാജേട്ടന്റെ വർക്ക്ഷോപ്പിൽ ചെന്ന് നിന്നിട്ട് പൂരം നമ്മുടെ വിക്രത്തിനെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു ദിവസം ആ ഒരു കാര്യം പെട്ടെന്ന് വിക്രത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്താ നിങ്ങൾ ആലോചിക്കുന്നത് എന്ന് വിക്രത്തോട് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ എല്ലാവരും പുറത്തിങ്ങനെ നിൽക്കുക. എന്താ ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്തായിരിക്കും ശ്രീജി അവിടെ നടക്കുക? അപ്പൊ അതെ, എന്തോ ഷേപ്പ് മാറ്റുമോന്നോ എന്തോ പറഞ്ഞിരുന്നല്ലോ. ഞാനത് സ്വപ്നം കണ്ടതാ. ഇതാ ചായ എന്ന് പറഞ്ഞ വിക്രത്തിന് കൊടുത്തു. അപ്പൊ മണ്ടിയില വാങ്ങിയ ആള് ചായ. ശരി എന്ന് പറഞ്ഞ വേദ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇവരെല്ലാവരും വിചാരിച്ചത് വേദക്കിട്ട് പണി കിട്ടും എന്നാണ്. അപ്പൊ അതിശയത്തോടെയാണ് അമ്മയും ശ്രീജയും നിൽക്കുന്നത് കേട്ടോ. നന്ദിനി പിന്നെ പറയണ്ടല്ലോ, ആഗ്രഹിച്ചു നിന്നതാണ് ഒരു തെറി കേൾക്കാം എന്ന് വിചാരിച്ചത്. പക്ഷെ അതൊക്കെ ചീറ്റി അങ്ങ് പോയി. അപ്പൊ വന്നിട്ട്, മോളെ, അവനൊന്നും പറഞ്ഞില്ലേ മോളെ? ഇല്ല, സാധാരണ ഉറക്കത്തിന്ന് വിളിച്ച ചീത്തവിളി ഉറപ്പാ, അതാ പോണ്ടാന്ന് പറഞ്ഞത്. ചായ കുടിച്ചിട്ട് ഗ്ലാസ് തിന്നേൽ കഴുകി കമത്തി വെച്ചോളാന്ന് പറഞ്ഞു. ആണോ? എന്റെ ഈശ്വരാ, ഹാവൂ ഈശ്വര, ആശ്വാസമായി. എന്റെ മോനൊന്ന് നല്ല ബുദ്ധിയൊന്ന് തോന്നി തുടങ്ങിയാ മതിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കമലയും ശ്രീജയും അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ നമ്മുടെ രാധയും നന്ദിനി അവിടെ നിൽക്കുകയാണ്. അപ്പൊ രാധ അവിടെ നിന്നപ്പ, അല്ല, ഇപ്പൊ നല്ല ഓട്ടം കിട്ടുന്ന നേരല്ലേ, വെറുതെ ഇവിടത്തെ കുശുമ്പ് പറയാൻ നിന്നാതെ ആ കാശ് കൂടി ഇല്ലാതാക്കണോ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, വലിയ ഉപദേശമൊന്നും വേണ്ട. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒരു തവണ ചായ കൊടുത്തു എന്ന് വിചാരിച്ച നീ കെട്ടിലമ്മയായിന്ന് വിചാരിക്കണ്ട, മനസ്സിലായോ? ഞാൻ ഇനിയും വരും, ഇനിയും വിക്രമേട്ടനെ കാരും, പിന്നെ ഇനി ചിലപ്പോ ഊണും കൊടുക്കും, ചായയും കൊടുക്കും. നിനക്കെന്താ വട്ടുണ്ടോ? അതെടി, എനിക്ക് വട്ടാ. പക്ഷെ എനിക്ക് ആ ഉള്ള വട്ട് ഇഷ്ടം കൊണ്ടാ, അല്ലാതെ നിന്നെ പോലെ കള്ളത്തരത്തിലുള്ള വട്ടൊന്നുമല്ല, മനസ്സിലായോ? നീ ഇവിടെ വന്നത് വിക്രത്തിനെ തോൽപ്പിക്കാനാ. ഞാൻ ഇവിടെ വരുന്നതേ അവൻ നിന്റെ മുന്നിൽ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്ര, മനസ്സിലായോ എന്ന് ചോദിച്ച് രാധ അങ്ങ് പോയി. അപ്പൊ നന്ദിനി അവിടെ നിൽക്കുകയാണ്. നന്ദിനിയെ ഒരു നോട്ടം. അപ്പൊ നന്ദിനിയും മിണ്ടാതെ ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ അത് കഴിഞ്ഞ ശേഷം വേദ കുളിക്കാനായിട്ട് പോവാണ്. കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് നന്ദിനി കണ്ടു. നന്ദിനി വേഗം ഓടിപ്പോയി ആ ടാപ്പിന്റെ വാൽ അങ്ങ് അടച്ചു വെക്കുകയാണ് കേട്ടോ. എന്നിട്ട്, വേദേ, കുളിക്കാനാണോ എന്ന് ചോദിച്ചു. അതെ, ടാങ്കി വെള്ളമില്ലട്ടോ. അതിനെന്താ, മോട്ടർ ഇട്ടാ പോരെ? അതിന് കാരണമുണ്ടെങ്കിലല്ലേ, പക്ഷെ കോരി കുളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. 4 ബക്കറ്റ് കോരിന്ന് വെച്ചാ നിന്റെ നടുവൊന്നും ഒടിയില്ല, അത് ഉറപ്പ്. അപ്പൊ വേദ വരുന്ന വഴിക്ക് ഈ കൈ കിടന്ന 2 വള ഊരി ഈ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ടാണ് വന്നത്. അപ്പുറത്തെ വിക്രത്തിന്റെ ഫോണും കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നന്ദനെ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ആ വളയിലൊക്കെ ഒന്ന് നോക്കിയാള്, എന്താ ഇനിയിപ്പൊ എന്താ സംഭവിക്കുക, എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ എന്നുള്ള മട്ടില്. നാളെ
എന്ന് അടിച്ചു മാറ്റിയാലോ എന്നാണ് ആളുടെ മനസ്സിൽ എന്നാ തോന്നുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിന്റെ ഫോൺ വന്നപ്പോഴത്തേനും വിക്രം വന്നു. ഫോണ് നേരെ എടുത്തു കേട്ടോ. ഫോൺ എടുത്തിട്ട് ഹലോ സർ എന്ന് പറഞ്ഞു. ശ്രീനിവാസൻ സാറാണ് വിളിക്കുന്നത്. ശരി സാർ ഞാൻ എത്താം എന്ന് പറഞ്ഞ് വിക്രം ഫോൺ എടുത്തു. ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ശേഷം വിക്രം അങ്ങോട്ടേക്ക് പോവാണ്. അതെ അമ്മേ ഞാൻ ഇറങ്ങുന്നേ, ആ മുറിയിലെ പ്ലഗ് ഒന്ന് ശരിയാക്കാനായിട്ട് പറയണം കേട്ടോ എന്നോട് വിക്രം പറഞ്ഞ ശേഷമാണ് പോണത്. വിക്രം പോയി കഴിയുമ്പം അവിടെ ഒരൊറ്റ വള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് നന്ദിനിയാണോ വിക്രമാണോ എടുത്തിരിക്കുക അതറിയില്ല. പക്ഷേങ്കിൽ ആകെ കൺഫ്യൂഷനാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണന്റെ വീട്ടിലാണ്. അപ്പൊ ശങ്കർ നാരായണൻ എന്തൊക്കെയോ കേസ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ പത്മ വന്നു കോഫി എന്ന് പറഞ്ഞു അവിടെ വെച്ചേരെ. അപ്പൊ പത്മ അവിടെ ഇങ്ങനെ നിൽക്കാണ്. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കാണ്. അല്ല അത് പിന്നെ വേദയും വിക്രവും മാല ഇട്ടു എന്നൊക്കെ പറഞ്ഞ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മാല മാറിയ കാര്യമാണെങ്കിൽ ഞാൻ അറിഞ്ഞു. അതിന്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞു. നിനക്കിനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അല്ല നമ്മൾ മാത്രം അവരെ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? എന്ന് വെച്ചാ ഞാൻ ആ ഗുണ്ടയെ വിളിച്ച് വീട്ടിൽ കയറ്റണം എന്നാണോ നീ പറഞ്ഞത്? വേദയ്ക്ക് വേണ്ട എല്ലാ കടമയും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവസാനമായത്തെ ചടങ്ങ് എന്ന രീതിയിൽ അവൾ സ്വന്തം തിരഞ്ഞെടുത്തത് സ്ഥിതിക്ക് ആ അധ്യായം തുറക്കണ്ടെന്നാ എൻ്റെ ഒരു തീരുമാനം. മകൾ എന്നത് മറക്കില്ലല്ലോ. ഞാന് അവളെന്റെ പിറന്നാളിന് വന്നപ്പോ ഞാൻ പെരുമാറിയത് എങ്ങനെയാന്ന് നീ കണ്ടതല്ലേ. അവള് വേണമെങ്കിൽ ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്ന മട്ടായിരുന്നു. പക്ഷെ അവൾ വന്നത് വീണ്ടും നമ്മളെ പരിഹസിക്കാനായിരുന്നു. അയ്യോ അങ്ങനെ പറയരുത്. നിങ്ങളുടെ ഒപ്പം അവൾ ഇരുന്ന് ഒരു കുഴിയുള്ള ചോറ് കഴിക്കാൻ വേണ്ടിയാ വന്നത്. അതെ അതായിരുന്നു അവളുടെ അവസാനത്തെ ആഗ്രഹം. അതും ഞാൻ സാധിച്ചു കൊടുത്തല്ലോ. ഇനി അവളുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല പത്മം. മൂത്തവളെ മാതൃകയാക്കി താഴെയുള്ളവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് എനിക്ക് നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കണം. നീ തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്ക. നീ ഇപ്പൊ പോവാൻ നോക്ക. എനിക്ക് കുറച്ച് പണിയുണ്ട് പത്മം എന്ന് പറഞ്ഞു. അല്ല അപ്പൊ പത്മത്തിന് പിന്നെ പറയാനായിട്ട് മടിയായിരുന്നു കേട്ടോ. ഒന്നും മിണ്ടിയില്ല. പത്മം അങ്ങ് പോവാണ്. പിന്നെ മാഷിനെയാണ് കാണുന്നത്. അപ്പൊ മാഷ് ഇത് പൈസയൊക്കെ എണ്ണി എന്താ പറയാ നേരെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കമല വരുന്നത്. ദേ ചായ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. മാഷ് പൈസ എണ്ണിട്ട് നേരെ കമലയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ദാ ഇത് വെച്ചേക്ക എന്ന് പറഞ്ഞു. 11,600 രൂപയുണ്ട്. പലചരക്കടയിലെ 4,250 രൂപ പറ്റി തീർക്കണം. പിന്നെ ബാക്കി നീ കൈ വെച്ചേരെ. ചെലവിന് ഇപ്പൊ ഒരാളൂടെ ആയല്ലോ. ഇങ്ങനെ എല്ലാം കൂടി എന്നെ ഏൽപ്പിച്ച എന്തെങ്കിലും അത്യാവശ്യത്തിന് മാഷിന്റെ കൈ വേറെ ഉണ്ടോ? എന്റെ സർക്കിറ്റ് അടിക്കാനും പുറന്തീറ്റയ്ക്കുള്ളതും ഞാൻ പെട്ടി വെച്ച് പൂട്ടുമല്ലോ. അതാണല്ലോ എന്റെ ഒരു പതിവ്. അല്ലെന്ന് എനിക്കറിയാം മാഷേ. എങ്കിലും പുറത്തിറങ്ങുമ്പോ എന്തെങ്കിലും കയ്യിലില്ലാതെ അതുകൊണ്ട് ചോദിച്ചതാ. ഇനിയും 1 മാസം കഴിയണ്ടേ മാഷേ? കുറച്ച് വാഴക്കന്ന് കൊടുക്കാനുണ്ട്. അത് മതി. അപ്പൊ അപ്പുറത്തിരുന്നിട്ട് വേഗം തന്നെ വിശ്വം അമ്മേ പൈസ ഒന്ന് ചോദിക്കമ്മേ ഒന്ന് ചോദിക്ക എന്നിങ്ങനെ പറഞ്ഞു. മാഷകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോ വേഗം തന്നെ കമല അതെ ഞാന് ഇതിന്ന് 1,000 രൂപ ഞാൻ എടുത്തോട്ടെ. അതിനല്ലേ വീട്ടു ചെലവിന് എടുക്കാനല്ലേ തന്നിരിക്കുന്നത്. അല്ല മാസാവസാനം ആവുമ്പം അവൻ തരും. ഓഹോ എവിടുന്ന് എടുത്തു തരും? ശ്രീജയുടെ ദേഹത്ത് ഒരു തരി പൊന്നുണ്ടെങ്കിൽ അത് പണയം വെച്ചിട്ടോ? അതിന്റെ പലിശയും ഞാൻ തന്നെ അടയ്ക്കണ്ടേ എന്ന് ചോദിച്ചു. അവൻ എന്തോ ഒരു അത്യാവശ്യം ഉണ്ടായോണ്ടാ. ഓ മൊബൈൽ റീചാർജ് ചെയ്യാനാവും. ഇരുന്നുണ്ണാനില്ലെങ്കിലും ഇന്റർനെറ്റ് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ ഇപ്പോഴത്തെ ഒരു ഹോബി. അതെ കുറ്റമില്ലാത്തവൻ കോപ്പ് മോഹിക്കരുതെന്നാ. ഈ കാശ് ഈ വീട്ടിലെ പൊതു ആവശ്യങ്ങൾക്കുള്ളതാ. ഒരാൾക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല. മനസ്സിലായല്ലോ എന്ന് ചോദിച്ച് മാഷകത്തേക്ക് പോയി. പിന്നെ പുറകെ കമലയും. അപ്പൊ കൂളി കഴിഞ്ഞ വേദ വന്ന് നോക്കുമ്പോ വേദയുടെ വള കാണുന്നില്ല. ആളിങ്ങനെ തപ്പിക്കൊണ്ട് നിക്കാട്ടോ. അപ്പൊ കമല അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ മോളെ എന്താ നോക്കുന്നത്? ഒന്നുമില്ലമ്മേ, ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചിരുന്നു. കുളി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ അത് കാണുന്നില്ലമ്മേ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് നമ്മുടെ വിനയനും അതുപോലെ തന്നെ വിനായകനും അതുപോലെ തന്നെ നന്ദിനിയും ഒക്കെ വന്നു. വിലപിടിപ്പുള്ള എന്താണെങ്കിലും നോക്കും മോളെ, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നമ്മുടെ ആവൂലോ. എന്താ മോളെ കാണാതെ പോയത്? വിലപിടിപ്പുള്ളതാണെങ്കിൽ പറ മോളെ. അത് ഒരു വളയാ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഞെട്ടി ഇങ്ങനെ നോക്കാണ് കേട്ടോ. അപ്പൊ വിശ്വം അങ്ങോട്ടേക്ക് വന്നു. ശ്രീജയും വന്നു കേട്ടോ.
2 വളകള് ഞാൻ ഊരി അവിടെ വെച്ചിരുന്ന അമ്മേ, തിരിച്ചു വന്നപ്പോ ഒന്നേ കാണുന്നുള്ളൂ, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അത് ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് നന്ദിനി പറയണം. അല്ലെങ്കിൽ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടി വെറുതെ ഇട്ട് നടക്കാൻ വേണ്ടി മാത്രല്ലേ. ഓ, ഫാഷൻ ജ്വല്ലറിയാണ്. ആദ്യപ്പോ 100 രൂപ കിട്ടാറുണ്ടല്ലോ കമല, ഇതിൽ നിന്ന് എത്രയാന്ന് വെച്ചാൽ കൊടുത്തേരെ എന്ന് പറഞ്ഞു. ആ എന്ന് പറഞ്ഞു കമല. അപ്പൊ വേഗം തന്നെ അച്ഛനകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോ ശ്രീജ വിളിക്കാണ്. അച്ഛാ, വേദയുടെ കയ്യിലുണ്ടായിരുന്നത് സ്വർണവളയാ എന്ന് പറഞ്ഞു. അപ്പൊ ഞെട്ടിപ്പോയി. ഒരെണ്ണം ഒരു 2.5 പവൻ വരും എന്ന് പറഞ്ഞു. എന്റെ ഈശ്വര, 2.5 പവനോ? ചങ്കത്ത് കൈ വെച്ച് നന്ദിനി നിൽക്കാണ് കേട്ടോ. എന്റെ ദൈവമേ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് 1.5 ലക്ഷം രൂപയുടെ മുതലോ എന്നിങ്ങനെ ചോദിച്ചോ. അല്ല, ഇവിടെ എവിടെയെങ്കിലും കാണും, താഴെ വീട് പോയതായിരിക്കും എന്ന് വേദ പറയണ. എല്ലാവരുടെ ഒന്ന് വേഗം നോക്ക്, അത് കാണാതെ പോയാ ആ ഭാരം കൂടി ഇനി ഞാൻ തലയെ കയറണമല്ലോ. അത് സാരമില്ല, അതിവിടെ എവിടെയെങ്കിലും കാണും. അതറിഞ്ഞാ പിന്നെ സമാധാനിക്കാലോ മോളെ. നമ്മളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇതെടുക്കാൻ മാത്രം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുമില്ല. അപ്പൊ പിന്നെ അതിവിടെ ആരെങ്കിലും കൈ കണ്ടല്ലേ, ആരെടുക്കാനാ? വച്ചെടുത്ത് കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ പോനാ? അരിഞ്ഞു പോകുന്ന സാധനം അല്ലല്ലോ എന്ന് വിനായകൻ പറയണ. ഇവിടെ ഞാൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെച്ചെടുത്ത് കണ്ടില്ലെങ്കിൽ അതിനർത്ഥം അതാരോ എടുത്തു എന്ന് തന്നെയാ എന്ന് അച്ഛൻ പറഞ്ഞു. അത് തന്നെ അച്ഛാ, അതാരും എടുക്കാതെ എങ്ങോട്ട് പോവില്ല. എന്താണെങ്കിലും എല്ലാവരുടെ തപ്പ് എന്ന് പറഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും കാണും, ആരും ടെൻഷൻ ആവണ്ട എന്ന് വേദ പറഞ്ഞു. അപ്പൊ വേഗം തന്നെ എല്ലാവരും ഇങ്ങനെ തപ്പി തപ്പി നോക്കാണ് കേട്ടോ. എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് വിക്രം. ടെൻഷനോ? എനിക്കോ? ഇക്കാര്യത്തിലോ? എന്തിനാടാ എനിക്ക് ടെൻഷൻ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്തിനാ വിക്രം നീ വെറുതെ ടെൻഷൻ ആകുന്നത്? പറ. അവിടെ നടന്നതിൽ നീ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? അവളുടെ കഴുത്തിൽ അത്രേ ആളുകളുടെ മുന്നിൽ വെച്ച് മാല ഇട്ടതിനാണോ നിനക്ക് ടെൻഷൻ? അതിലിപ്പം ഞാൻ ടെൻഷൻ അടിക്കാൻ ഇപ്പൊ എന്താ ഉള്ളത് സാർ? സാറ് പറഞ്ഞ ഞാൻ അതും അതിലപ്പുറവും ചെയ്യും. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? അല്ല സാർ, ശാന്തി നഗറിലെ പട്ടയം നേടിക്കൊടുക്കാൻ സാർ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. സാറ് പറഞ്ഞ കാര്യം ചെയ്തു എന്നല്ലാതെ ആ നേട്ടത്തിലൊന്നും എനിക്കൊരു റോളും ഇല്ല. ആര് പറഞ്ഞു? നീ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ നീ കൃത്യമായി ചെയ്തില്ലേ? എന്നാലും പട്ടയം നേടിക്കൊടുത്ത ശ്രീനി സാറിന് അഭിവാദ്യം എന്നതിനൊപ്പം പിന്നെ എന്റെ പേരുകൂടി ബാനറിൽ കണ്ടോ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ സർ? ഞാൻ അത്രയൊന്നും അർഹിക്കുന്നില്ല. അതോ? അത് ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകം ചെയ്തത് തന്നെയാ. പിന്നെ അർഹത തീരുമാനിക്കുന്നത് നീ അല്ലല്ലോ വിക്രം. കാലം ഞാൻ പറഞ്ഞതനുസരിച്ചിട്ടുണ്ട്. ഏത് ജോലിയും നിന്നെ ഏൽപ്പിക്കാനുള്ള ധൈര്യം, അത് നിന്റെ ആത്മാർത്ഥത തന്നെയാണ് വിക്രം. ഇനിയും കുറെ കാലം നീ ഇങ്ങനെ തന്നെ തുടരും എന്നും എനിക്കറിയാം. പക്ഷേ അതിനോടൊപ്പം നിന്റെ ഒരു പ്രൊഫൈൽ കൂടി എനിക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാനുണ്ട്. എനിക്ക് മനസ്സിലായില്ല. പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടിക്ക് ഈ മണ്ഡലത്തിൽ ഈ ശക്തനായ ഒരു യുവ നേതാവില്ല. ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരേണ്ടത് നീയാണ് സർ. വിക്രം സുധാകരൻ, അത് തന്നെയായിരിക്കണം ഇനിയുള്ള പേര്. സാർ എന്തൊക്കെ പറയുന്നത്? ഈ ഞാനോ? പാർട്ടിയിലോ? അതെ വിക്രം, തീർച്ചയായിട്ടും അത് വേണം. ശക്തിയായി മാറണം. അതിനുള്ള കരുക്കൾ ഇപ്പോഴേ നീക്കുന്നുള്ളൂ. കാത്തിരിക്കുന്നവർക്ക് എന്താ പറയാ, ആ ഒരു സ്ഥിതി കിട്ടൂന്ന് പറയുള്ളൂ. പക്ഷെ നീ എന്തിനു വേണ്ടിയിട്ടും കാത്തിരിക്കുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിന്നെ ഒരു സ്ഥലത്തെത്തിക്കേണ്ടതും എന്റെ കയ്യ്, പിന്നെ ആ കനകം എത്തിച്ചതും ഒക്കെ, കനകം എത്തിച്ചു തരേണ്ടതും ഒക്കെ എന്റെ ഒരു ഉത്തരവാദിത്തം. തള്ളി പറഞ്ഞവനെ കൊണ്ട് നമുക്ക് സ്തുതി പാടിക്കണ്ടേടോ, നീ എന്താടോ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം കണ്ണൊക്കെ തുടക്കാണ് വിക്രം. ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ, നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും ഇങ്ങനെ കണ്ണ് നിറയാൻ പാടില്ല. ഇനി അഥവാ കണ്ണ് നിറഞ്ഞാൽ അത് ആത്മാർത്ഥമാവാനും പാടില്ല. എന്നോട് പിള്ള സാറ് എനിക്ക് തന്ന ആദ്യ പാഠം അതാണ്. അത് നിന്നെ ഞാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് ചായ കുടിക്കാടോ എന്ന് പറഞ്ഞ് വിക്രത്തിനെയും കൂട്ടി അങ്ങ് പോവാണ്. അപ്പൊ വീട്ടിലാണെങ്കിലോ വേദയുടെ വളത്തെരച്ചിൽ ഓടിത്തെരച്ചിൽ ഇങ്ങനെ നടക്കാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളെ ഇനി വലിയൊരു ഭൂകമ്പമാണ് കേട്ടോ സംഭവിക്കാൻ പോണത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.